നമസ്കാരം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതിയുടെ ഇടക്കാല ജാമ്യം. ഹർജിയിലെ നിയമവിഷയങ്ങൾ കോടതി 3-അംഗ ബെഞ്ചിന് വിട്ടു. 2-അംഗ ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലെന്ന് പറഞ്ഞാണ് വിഷയം ഇപ്പോൾ 3-അംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഇതേ കേസിൽ CBIയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇടക്കാല ജാമ്യം ED കേസിൽ കിട്ടിയാലും കെജ്രിവാളിന് ഇന്ന് ജയിലിന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. ആ കേസിലും കെജ്രിവാളിന് ജാമ്യം ആവശ്യമാണ്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയത്. കേസിൽ വാദം പൂർത്തിയായ ശേഷം മെയ് 17-ന് ആണ് വിധി പറയാൻ മാറ്റിയത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമോ എന്ന് കെജ്രിവാൾ നിശ്ചയിക്കട്ടെ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയോട് സ്ഥാനമൊഴിയാൻ പറയാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. PMLA നിയമപ്രകാരം കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് രാജ്യത്തുടനീളം പ്രതിഫലനമുണ്ടാക്കും. അതുകൊണ്ടാണ് വിശദ പരിശോധനയ്ക്ക് 3-അംഗ ബെഞ്ചിനെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത്. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി നൽകുന്നത് ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും താൽക്കാലിക ആശ്വാസം മാത്രമാണ്.